അമ്മ കോമളി പോയിട്ട് ബിഗ് ഫിഷ് വാങ്ങിയാലോ? എന്തിനാ നീ ബിഗ് ഫിഷ് കറി വെച്ചാൽ കൂട്ടോ? ബിഗ് ഫിഷ് വേണം എന്നിട്ട് ഉണ്ടാക്കിയ കൂട്ടൂലല്ലോ. കൂട്ടോ? ഓ ചിറകൊക്കെ പോക്കിയിട്ട് ഇറച്ചിയൊക്കെ ഉണ്ടായിട്ട് ചിറകൊക്കെ പോക്കിയിട്ട് ചിറകൊക്കെ പൊക്കിയിട്ട് കോമളിന്ന് വാങ്ങാം. ചിറകൊക്കെ പൊക്കിയിട്ട് എന്ത് ചെയ്യാനാ ഫിഷ് വാങ്ങിയിട്ട്? ചിറകൊക്കെ പോക്കി പൊരിച്ച് തിന്നാൻ എനിക്ക് ഭയങ്കര കൊതി. കൊതിയോ? അപ്പോൾ ഞാനൂസ് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഓന് ബിഗ് ഫിഷ് പൊരിച്ച് കഴിക്കാൻ കൊതിയാണെന്ന്. സാധാരണ മീൻ വാങ്ങാൻ പോയാൽ അവിടെ നിന്ന് വലിയ മീൻ നോക്കി എനിക്കിത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് എങ്ങാനും നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിയാലും ഓൻ കാല് മാറും. ഓൻ പറയും ഓന് വേണ്ടാന്ന്. അപ്പോൾ ഓനൊരു ആഗ്രഹം പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോട് യൂണിഫോമൊക്കെ മാറി റെഡി ആകുമ്പോഴേക്കും നമുക്ക് കാര്യം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നമുക്ക് കിട്ടിയത് പിലോപ്പിയാണ് കേട്ടോ. അങ്ങനെ അത്രയും വലിയ മീനൊന്നും അല്ല, പക്ഷെ നമ്മളത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ച് ചെതുമ്പൽ പൊക്കിയിട്ടാണ് കിട്ടിയത്. ബാക്കി നമ്മളിവിടുന്ന് നമ്മളാകെ മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും ഇത് മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കാം, കറിവേപ്പിലയൊക്കെ ചേർക്കാം. നമ്മളിത് മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ മീൻ പൊരിച്ച് കഴിഞ്ഞപ്പോൾ അതിന് കൂട്ടി കഴിക്കാൻ ചോറ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ചോറിന് കൂട്ടി അങ്ങനെ നമ്മുടെ പൊരിച്ച മീൻ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. ഓന് സന്തോഷമാവോ കഴിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അപ്പം അറിയാമല്ലോ അല്ലേ. അമ്മ ഇതിൻ്റെ കാലത്ത് വലിയ മീനാണ് വിചാരിച്ച. അത് കുഴപ്പമില്ല. ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് അതിൻ്റെ കാലത്ത് ഇതിനെക്കാട്ടും വലിയ മീനാണ് ഉദ്ദേശിച്ചേ. സാരമില്ല. ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ഇതിൻ്റെ കാലത്ത് വലിയ മീൻ വാങ്ങിത്തന്നെ. കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. അത് കഴിച്ചോ? ഞാൻ വാരി തരണോ? ഒറ്റയ്ക്ക് വാരി കഴിക്കുമോ? ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ ആൻഡ് ഫാന്റാസ്റ്റിക്.